കോഴിക്കോട് നന്ദിയിൽ യൂസഫ് ചങ്ങരോത്ത് ഗൾഫ് ജീവിതം മതിയാക്കിയിട്ട് 17 വർഷമായി. 17 വയസ്സായി പുന്നാരമോൾ ഷതയ്ക്കും 1 വയസ്സിൽ അപസ്മാരം. പക്ഷേ ഇതിനെയെല്ലാം മറികടന്ന് യൂസഫ് സാമൂഹ്യ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. റെറ്റ് സിൻഡ്രോം, RETTSYNDROM. സിംറ്റംസ് ഇത് നേരത്തെ ASD ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ അണ്ടറിലായിരുന്നു വന്നത്. അപ്പം ഓട്ടിസത്തിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരു കോംപ്ലക്സ് ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് ഈ വിഭാഗത്തിൽപ്പെടുന്ന അധിക കുട്ടികളും തീരെ സംസാരിക്കില്ല, വളരെ അപൂർവമായിട്ടേ സംസാരിക്കുന്ന കുട്ടികളുള്ളൂ. പിന്നെ കൂടുതലും ഒരു 95% പെൺകുട്ടികൾക്ക് മാത്രമേ ഇതുണ്ടാകുക. അപ്പം പിന്നീടാണ് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ചെറുപ്പത്തിലൊരു ഹോബി ഉണ്ടായിരുന്നു, ഈ പത്ര കട്ടിങ്ങുകളൊക്കെ പിന്നെ ഇങ്ങനെ വെട്ടിവെക്കുന്ന ഒരു ഹോബി, അല്ലെങ്കിൽ സ്റ്റാമ്പ് കളക്ഷന്. പണ്ട് ചെറുപ്പത്തിലുണ്ടാവില്ല, ചിലപ്പോൾ തീപ്പെട്ടി അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഹോബീസ് ഉണ്ടായിരുന്നു. പക്ഷെ മോള് വന്നതിന് ശേഷം ഞാനിങ്ങനെ ഈ ഒരു ഭിന്നശേഷി, അവളൊരു ഭിന്നശേഷിക്കാരിയാണെന്ന് തിരിച്ചറിഞ്ഞ, ഓട്ടിസം ആണെന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം അപ്പോൾ സ്വാഭാവികമായിട്ട് ഓട്ടിസത്തെക്കുറിച്ചൊക്കെയുള്ള മലയാളത്തിൽ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞാനിങ്ങനെ ഈ വാർത്തകളൊക്കെ കിട്ടിയപ്പോൾ ഇതിങ്ങനെ ശേഖരിച്ച് വെക്കാനും, പിന്നെ അതിങ്ങനെ കുറേ കളക്ഷൻസ് ആയപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ ഒരു പബ്ലിക് അവയർനെസ്സിന്, അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരെ കുറിച്ചുള്ള അവയർനെസ്സിന് ഈ ഒരു മെറ്റീരിയൽ ഉപകരിക്കുന്നുള്ള ഒരു തോന്നലുകൊണ്ട് പിന്നീട് ഇത് ഒരു എക്സിബിറ്റ് മോഡലാക്കുകയും ഈ പത്രക്കട്ടിങ്ങുകളോടൊപ്പം തന്നെ പിന്നെ ഏതൊക്കെയാണ് ഭിന്നശേഷി, എന്തൊക്കെയാണ് ഭിന്നശേഷിത്വം എന്നൊക്കെയുള്ള കുറച്ച് റൈറ്റപ്സ് ഒക്കെ അടങ്ങിയ ഒരു പിന്നെ പ്രദർശന മെറ്റീരിയൽ അതിങ്ങനെ പിന്നെ എവിടെയെങ്കിലും കുറച്ച് ഒരു 10 ആൾ കൂടുന്ന സ്ഥലത്ത്, ഒന്നുകിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്കൂൾ പരിപാടികളിൽ, അല്ലെങ്കിൽ ചില ക്യാമ്പസുകളിൽ പിന്നെ ഒക്കെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ RPWD ആക്ട് അനുസരിച്ച് 21 തരം ഭിന്നശേഷിത്വമുണ്ട്. അപ്പോൾ ആ ഭിന്നശേഷിക്കാർക്കെല്ലാം പല രീതിയിലുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പം അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പിന്നെ മറ്റു മേഖലകളിലൊക്കെ സ്വതന്ത്ര സഞ്ചാരം, അങ്ങനെ കുറേ കാര്യങ്ങളിൽ അവർക്ക് പല രീതിയിലുള്ള അവകാശങ്ങളുണ്ട്, അവരെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത്. അപ്പോൾ ആ റൈറ്റ്സിനനുസരിച്ച് ഗവൺമെൻറ് പോളിസികളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുക. അപ്പം എൻ്റെ തന്നെ അനുഭവം എന്ന് പറയുന്നത്, ഇപ്പം കൊയിലാണ്ടി നെസ്റ്റിൽ പോകണമെങ്കിൽ തന്നെ പിന്നെ ഒരു 1 വേ 150 രൂപയായിരുന്നു നമ്മൾ നേരത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ 2 സമയം കൊണ്ടുപോകണമെങ്കിൽ 200 രൂപ. ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അത് 200 ആക്കിയിട്ടുണ്ട്. അപ്പം 400 രൂപ ഒരു ദിവസം പിന്നെ അവളെ ട്രാൻസ്പോർട്ടേഷന് തന്നെ വേണം. അപ്പോൾ അങ്ങനെ 3 ദിവസം നമ്മൾ തെറാപ്പിക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ 1200 രൂപ, അല്ലെങ്കിൽ മാസത്തിൽ 4800. പിന്നെ അവളെ മെഡിക്കേഷന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 തരം മെഡിസിൻ കൊടുക്കണം. അപ്പോൾ ആ മെഡിസിന് ഒരു 3500 രൂപയോളം വരും. പിന്നെ അതേപോലെ തന്നെ അവളിപ്പോഴും ടോയ്ലറ്റിംഗ് ഒന്നും കൺട്രോൾ അല്ലാത്തത് കൊണ്ട് ഡയപ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കണം. അതിന് മാസത്തിൽ ചിലപ്പോൾ പിന്നെ 10-60 ഡയപ്പേഴ്സൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ അതിനൊരു 1500 രൂപയൊക്കെ അതും. ഏതൊരു അച്ഛനായാലും പിന്നെ കാക്കക്കും തൻകുഞ്ഞ് പെൺകുഞ്ഞ് ആണല്ലോ.